നമുക്ക് ലക്ഷ്യമുണ്ടോ നമ്മൾ സ്ഥാനത്തെത്തിയിരിക്കും. ആരോഗ്യമുള്ളൊരു ശരീരം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇതാണ് ഒരു മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ ഭക്തി. ഇപ്പം ഞാനൊരു മാർഷ്യൽ ആർട്ട് പഠിച്ച രീതിയിൽ ഞാൻ പറയാം, എനിക്ക് സമൂഹത്തിൽ ഈ ഡ്രഗ്സും മറ്റ് പിള്ളേർ വഴിതെറ്റി പോകുന്നതിൽ ഒരു നല്ല സമൂഹത്തെ നമുക്ക് മാർഷ്യൽ ആർട്ട് പഠിച്ച നല്ല ഒരു ഗുരുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലൊരു കുട്ടിയെ കൊണ്ട് തന്നാൽ ഞാൻ ആ കുട്ടിക്ക് സ്ട്രെയിറ്റ് എങ്ങനെ പോകണമെന്നുള്ളത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് വിജയിപ്പിച്ചില്ല. ഒരു പക്ഷേ എന്താ പറയണേ, നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചതിനെ പ്രാവർത്തികമാക്കാൻ, ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് ക്ലാസ് പഠിച്ച് PhD എടുത്ത ആളല്ല, പക്ഷേ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് എനിക്കൊരു അമ്മയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു അച്ഛനുള്ള ഒരു കുഞ്ഞിനെ എനിക്കതിനെ നേർവഴിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ എനിക്ക് പറ്റും. എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് ദൈന്യത തോന്നുന്ന, നമ്മൾ 24 മണിക്കൂറിൽ 15 മിനിറ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. ആണോ അല്ലയോ? നമ്മുടെ തെറ്റുകൊണ്ട് തറയിൽ വീണു, ആ തറയിൽ വീണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ തടവുന്നതിന് പകരം മിക്ക പേരൻസും എന്ത് ചെയ്യും, തറയിൽ അടിക്കും. അതായത് നിന്നെ നോവിച്ചതിനെ ഞാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ മൈൻഡിൽ എന്തായി, എന്നെ നോവിച്ചാൽ ഞാൻ തിരിച്ചു കൊടുക്കാം. അവിടെ ആ കുട്ടിക്ക് നമ്മൾ ആദ്യത്തെ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മളെ നോവിക്കുന്നവരെ നമ്മൾ വെറുതെ വിടരുത്. എവിടുന്നാണ് ഇത് വരുന്നത്? നേരെ മറിച്ചിട്ട് നമ്മുടെ കാല് നോവുന്ന തുടയ്ക്കുന്നതിനോടൊപ്പം ആ തറയിൽ ഇതൊക്കെ ചുമ്മാതെ നമ്മൾ പിള്ളേരെ കാണിക്കാൻ വേണ്ടി, പിള്ളേരുടെ സൈക്കോളജിയാണ്. ആ തറയ്ക്ക് നമ്മളൊന്ന് തടവിട്ട് നൊന്തോ, മോനും നൊന്തോ, അപ്പം അമ്മ ഭൂമിക്ക് നൊന്തോ എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു ബെഞ്ചായി എന്ത് തിങ്സും ആയിക്കോട്ടെ, നമ്മളാണ് ആദ്യത്തെ ഇൻപുട്ട് നമ്മുടെ കുട്ടിക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ നോവിച്ചാൽ തിരിച്ച് നമ്മൾ അവനെ നോവിക്കണം. പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ മകൻ എന്ത് സാധനം കിട്ടിയാലും അവന് വലിച്ചു പറിച്ച് നശിപ്പിച്ച് കൈത്തരും. അവൻ ഒരു 1.5-2 വയസ്സായപ്പോൾ മുതൽ എനിക്കറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കൊടുത്താലും പൊട്ടിച്ചു തരും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവനെ ഇടയ്ക്ക് ഞാൻ കുറേ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്ത് 1.5 വയസ്സ് 2 വയസ്സാകുമ്പോഴത്തെ പിള്ളേർക്ക് ഈ എന്തൊക്കെയാണെന്നുള്ള തുറന്ന് നോക്കാനുള്ളത് എടുത്ത് പൊട്ടിക്കും. ഞാൻ മോനെ പൊട്ടിച്ചു, പക്ഷേ ഇത് തിരിച്ച് ചെയ്യാവുന്ന രീതിയിൽ. എന്നിട്ട് ഞാൻ ഇവൻ്റെ അടുക്ക ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് ജോഡിച്ച് കാണിക്കും, യോജിപ്പിച്ച് കാണിക്കും. അപ്പം ഇവന് ഇതായി, കാരണം നമ്മളൊരു സാധനം പൊട്ടിച്ചാൽ നമ്മളത് തിരിച്ച് യോജിപ്പിക്കണം. അങ്ങനെ ഞാൻ ഇവരെ യാത്ര ചെയ്യുമ്പോൾ എന്തെന്നറിയാമോ, ഒരു ടേബിൾ ക്ലോത്ത് വാങ്ങിക്കും. ടേബിൾ ഷീറ്റ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ, നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത്. ഞാൻ ഇത് തറയിലിരുത്തും. എന്നിട്ട് ഇവന് 2-3 JCBയോ ഹെലികോപ്റ്ററോ മറ്റേ സാധനങ്ങൾ കളിപ്പാട്ടങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് 2-3 സ്ക്രൂ ഡ്രൈവർ വാങ്ങിച്ചു. ഇവനെ അവിടെ അങ്ങ് ഇരുത്തും. ഇവന് ഇത് മൊത്തം അഴിക്കും. അവന് പറ്റുന്ന രീതിയിൽ തിരിച്ചിവൻ ഫിറ്റ് ചെയ്യും. മോളെന്ന് പറഞ്ഞാൽ ബുക്ക്, അതായത് പടങ്ങൾ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റീഡിങ്, മറ്റേ പടങ്ങൾ കാണുക, ചിത്രങ്ങൾ. അപ്പം ഞാൻ എൻ്റെ 2 മക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത്, പേരൻസാണ് കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ബാലപാഠം പഠിപ്പിക്കാൻ. നമുക്ക് നമ്മുടെ മക്കളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ക്ലാസ് എടുക്കാം. ഇപ്പം എൻ്റെ മോൾക്ക് ഇതാണ്, ഒരു ബുക്ക് കൊടുത്താൽ അവൾക്ക് എങ്ങനെ ആ ബുക്കിനകത്തെ പറഞ്ഞു കൊടുക്കണം, അവൾക്ക് അതാണ് ടാലൻ്റ് എങ്കിൽ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇന്ന് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ, അവൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ അവൾ റീഡ് ചെയ്യും. അവൾക്ക് റീഡിങ് ഹാബിറ്റായി. മകനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം അവൻ എന്ത് കൊടുത്താലും അതൊന്ന് അഴിച്ചിട്ട് അവൻ തിരിച്ചതിനെ ഫിറ്റ് ചെയ്യാനേ. കാരണം ഇവർക്ക് 2 പേർക്കും 2 ടാലൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറേ സമയം എടുത്തെങ്കിലും നമുക്ക് ആ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇവൻ ഇത് തല്ലി പൊട്ടിച്ചിട്ട് വിടുവാണെങ്കിൽ പിന്നെ അവന് ഞാനത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ്റെ ടാലൻ്റ് അതല്ല. ഇപ്പോൾ ചെയ്യുന്ന സമൂഹത്തിലെ പേരൻസ് ആദ്യമേ നമുക്ക് മൊബൈൽ താത്തു വയ്ക്കാൻ സമയമില്ല. ഇന്ന് തിരുവനന്തപുരത്ത് RCCയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്ര കുഞ്ഞുങ്ങളാണ് കണ്ണിന് ക്യാൻസറായിട്ട് വരുന്നത്. മറ്റേ ഗോപാലകൃഷ്ണ സാർ ഇല്ലായിരുന്നു RCCയുടെ സാർ, എത്രയോ മീറ്റിങ്ങിൽ സാർ, എത്രയോ പ്രസംഗത്തിൽ സാർ പറഞ്ഞു, നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ ഈ സാധനം കുറച്ച് മാറ്റി വയ്ക്കുക. കാരണം ജനിച്ചു വരുന്ന ഓരോ ഓർഗൻസിനെ അതിനെ ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ട്, റേഡിയേഷൻ കൊണ്ടും നമ്മൾ ആ കുഞ്ഞിൻ്റെ ഓർഗൻസ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആണോ അല്ലയോ? എനിക്ക് ഇന്നത്തെ പേരൻസിനോട് പറയാനില്ല, എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളോട് ഞാൻ മൊബൈൽ യൂസ് ചെയ്യുന്നതിന് സമയം കൊടുക്കും. ഞാൻ പേരൻസിനോട് പറയും, നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന വരണ്ട. നമുക്ക് പിള്ളേരോട് പേരൻസിന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, നമ്മൾ ഇതിന് അഡിക്റ്റാണ്. ഇപ്പം എൻ്റെ 2 മക്കളെ ഞാൻ ട്യൂഷന് വിട്ടിട്ടില്ല. എന്നെ ചിലപ്പോൾ പേരൻസിന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഞാൻ 2 പേരെ ട്യൂഷൻ വിടാതെ, ഞാൻ 12 വർഷം മോള് ജനിച്ച 10ാം ക്ലാസ് വരെ മോളെ ഞാൻ കൂടെ ഇരുന്ന്, 8 വരെ ഞാൻ അവളെ കൂടെ ഇരുന്ന് ഹോംവർക്ക് ചെയ്യിക്കും. ഒളിമ്പിയാഡ് എക്സാംസ് ആവട്ടെ, സ്പെൽബി ഒക്കെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അറിയാം. ജയപ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എങ്ങനെ ഇതാക്കി ചെയ്തു എന്നുള്ളത്. ആ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത് ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് ഹാബിറ്റ്. ഒപ്പം നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ
ഈ സാധനം ഇൻ കേസ് ഞാൻ എൻ്റെ മകളുടെ കൂടെ ഞാൻ മൊബൈൽ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ മോളെ എനിക്കൊരിക്കലും വിലക്കാൻ പറ്റില്ല. അപ്പോൾ പറയാം അമ്മ ഉപയോഗിക്കുന്നതല്ലേ, അമ്മയ്ക്ക് ഇതിന് കുഴപ്പമില്ലേ. അപ്പം ഞാനിത് കൊച്ചിലെ മുതലേ 10ാം ക്ലാസ് വരെ ഈ സാധനം നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് വന്നപ്പോഴാണ് പിള്ളേർ കുറച്ച് പേരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അഡിക്റ്റ് ആവും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മുക്തമാവേണ്ട സമയം കഴിഞ്ഞു. പിള്ളേരെ നമ്മൾ ആദ്യമേ ചേഞ്ച് ആവും. നമ്മൾ മാറിയെങ്കിലേ നമ്മുടെ മക്കളെ മാറ്റാൻ പറ്റും. ജനിച്ചു വരുന്ന കുഞ്ഞിനെ ഇപ്പോൾ ചെയ്യുന്ന ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കണ്ടതാണ്. ജനിച്ചു വരുന്ന കുഞ്ഞിന് പാല് കൊടുത്ത് അല്ലെ അവിടോട്ട് കൊണ്ടിടും, TV ഓൺ ചെയ്ത് വയ്ക്കുക. കുഞ്ഞിൻ്റെ കണ്ണ് ഇങ്ങനെ കിടക്കുന്ന ഒരു കുഞ്ഞു കണ്ണ് ഇങ്ങനെ പോകുള്ളൂ. ഇന്നത്തെ മിക്ക പിള്ളേരുടെയും ആ ഒരു വെയിന് പെട്ടെന്നാണ് അത് വീക്കാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചു കിടത്തുവോ അല്ലെങ്കിൽ നമ്മൾ, കാരണം എന്താ, അമ്മയ്ക്ക് സമയമില്ല കുഞ്ഞിനെ നോക്കാൻ, അല്ലെ ജോലിക്കാർക്ക് സമയമില്ല ഈ കുഞ്ഞിനെ നോക്കാൻ. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അവരുടെ ജോലി സംബന്ധിച്ചാവാൻ, ചില പേരൻസിന് ഓഫീസിൽ പോകുന്നു, അവരാദ്യം എന്ത് ചെയ്യും, കുഞ്ഞിനെ ബിസിയാക്കാൻ ആദ്യമേ എടുക്കുന്ന ഒരു മാർഗം ഒന്നി മൊബൈല് അല്ലെങ്കിൽ TV. അപ്പം നമ്മൾ എവിടെയാണ് ചേഞ്ച് ആവേണ്ടത്? നമ്മളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു വൈറ്റ് പേപ്പറാണ് നമ്മുടെ മക്കളുമാർ. നമ്മളാണ് അത് ഈ വരയ്ക്കേണ്ടത്, എവിടേക്ക് പോകണം. അപ്പം എൻ്റെ കൗൺസിലിംഗ് ക്ലാസ്സിൽ, എൻ്റെ ജൂഡോ ക്ലാസ്സിൽ വരുന്ന ഓരോ കുട്ടിക്കും ഞാൻ പറയും, പലരും ഇന്ന് അമ്മയുടെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമോ? അവര് നമ്മൾ പറയുന്നതിൻ്റെ റിയാക്ട് ചെയ്യുന്ന കേട്ടാൽ നമ്മുടെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കാൻ നമുക്ക് വേദനയ്ക്ക് അത്രയും വേദന വരില്ല. കാരണം ഇന്ന് മക്കളുമാരോട് പറഞ്ഞ് അമ്മയ്ക്കും അച്ഛനും വിജയിക്കാൻ പറ്റൂല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ക്ലാസ്സിൽ വരുന്ന, എൻ്റെ ജൂഡോ ക്ലാസ്സിൽ വരുന്ന, ഞാൻ ജൂഡോ മാത്രമല്ല പ്രാക്ടീസ് ചെയ്യിക്കുന്നത്, ഞാൻ അവർക്ക് കൗൺസിലിംഗ് ക്ലാസ്സും. ഒരമ്മ നിന്നെ വയറ്റിലിട്ടത് മുതൽ എന്തുമാത്രം ബുദ്ധിമുട്ടി ഒരു സ്റ്റേജിലെത്തിക്കാൻ ആ അമ്മയുടെ വിയർപ്പും ആ അച്ഛൻ്റെ വിയർപ്പും അവരുണ്ടാക്കുന്ന ഓരോ നാണയത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഈ ശരീരം. ഒരു കുട്ടിയിൽ ആ ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ കുട്ടി വഴി തെറ്റില്ല. അവൻ ആദ്യമേ എഴുന്നേൽക്കുമ്പോൾ അമ്മയ്ക്കും അച്ഛനും നമസ്തേ പറഞ്ഞ് അവർ എഴുന്നേൽക്കും. നേരെ മറിച്ച് ഞാനിന്ന് സോഷ്യൽ മീഡിയ കാണിച്ചിട്ട് ഇതാണ് ലോകം, കുറേ റീൽസ് അതൊന്നും അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ മെയിനായിട്ട്. പിന്നെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാ ദിവസവും പേരൻസ് അവനോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് തോന്നിയാൽ ആ കുട്ടി നമ്മളെ ഷെയർ ചെയ്യൂ കാര്യങ്ങൾ. ഇന്നത്തെ സമൂഹത്തിന് അതിന് സമയമില്ല, പേരൻസിന് സമയമില്ല, കുട്ടിയുടെ കാര്യം കേൾക്കാൻ അച്ഛന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല. കാരണം അവർ വരുമ്പോൾ അവരുടെ ജോലി തിരക്കാവാം, ഫോണിലേക്കാണ്. പക്ഷേ നമ്മളൊരു പരിധി വരെ ഇന്നത്തെ കാലത്ത് ഇതിനെയൊക്കെ ഒന്ന് മാറിയിട്ട്, ഞാൻ ജനിപ്പിച്ച എൻ്റെ കുഞ്ഞ്, എൻ്റെ മകനല്ലേ മകള് നാളെ സമൂഹത്തിൽ ഇന്ന് ഭൂമിക്ക് വേണ്ടുന്ന നല്ല ഒരു കുട്ടിയായിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പുറകിൽ അമ്മയും അച്ഛനും ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റുള്ളൂ. നമ്മൾ ജനിപ്പിക്കുന്ന ഒരു മക്കൾക്ക് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെ റീൽസ് കാണിച്ചു, അല്ലെങ്കിൽ നമ്മൾ TV കാർട്ടൂൺസ് കാണിക്കുന്നു. കാർട്ടൂൺ കാണിയില്ല, ഞാനും എൻ്റെ മക്കളെ കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ TV സമയം കാണിക്കാതെ നിന്നിട്ടില്ല. കാർട്ടൂൺ കാണിക്കുമ്പോൾ ഇവരുടെ മെൻറ്റാലിറ്റിയിൽ അവർക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള കാർട്ടൂൺസ്, എൻ്റർടൈൻമെൻറ്റ് അരമണിക്കൂർ വെക്ക്, ഓക്കെ. പിന്നെ ഇപ്പം സ്ക്വയർ ആവട്ടെ, ക്യൂബ് ആവട്ടെ, എന്തൊക്കെ സാധനങ്ങൾ കാണാനുണ്ട്. ഇന്ന് ഞാൻ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്നതിൽ എനിക്ക് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താ പറയുക, ജോലിയുള്ള പേരൻസ് അവർ ജോലിക്ക് പോകും. അവർ ഈ കുട്ടിയെ, ഞാൻ കൗൺസിലിംഗ് PhD എടുത്ത ആളൊന്നുമല്ല, എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഇന്ന് കുട്ടികളെ എന്ത് ചെയ്യുന്ന പറയുക, ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടു ഇവരെന്ത് ചെയ്യുന്ന പറയുക, ഈ കാർട്ടൂൺ വെച്ചിട്ട് ഇന്നത്തെ പിള്ളേരിൽ ഒരു 90% സ്കൂളിൽ പിള്ളേർ ഹൈപ്പർ ആയിരിക്കാം. കാരണം ഇവന് എനർജി ചിലവാക്കാൻ സ്ഥലമില്ല. ഇവൻ്റെ എനർജി എങ്ങോട്ട് വിടും ഇവൻ? കാരണം ഇന്നത്തെ പിള്ളേരെല്ലാം ഭയങ്കര ആക്റ്റീവാണ്. നമ്മളെപ്പോലെ 1+1 2 എന്നുള്ളതൊക്കെ മാറി. ഇന്നത്തെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ വന്നതോടുകൂടി പിള്ളേരുടെ മെൻറ്റാലിറ്റി, പിള്ളേരുടെ ഡെവലപ്മെൻറ്റ് ചെറുതല്ല. അപ്പോൾ ഈ കൂടുതലും വീട്ടിലെ ആയമാരും മറ്റവരൊക്കെ എന്ത് ചെയ്യുന്ന ഈ കൊച്ചുങ്ങളെ കാർട്ടൂൺ കാണി. ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ ആളില്ല, ഇവരെന്ത് ചെയ്യും, ഈ കുട്ടിക്ക് സംസാരിക്കാനുള്ള ലാംഗ്വേജ് കാർട്ടൂൺ ലാംഗ്വേജ് ആവും. ഒരു 90% പിള്ളേർ സംസാരിക്കുമ്പോൾ നോക്കണം, നമുക്ക് മനസ്സിലാവത്തില്ല ഭാഷ. കാരണം ഇവൻ ഈ കാർട്ടൂൺ ലാംഗ്വേജ് പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു പ്രൊനൗൺസിയേഷൻസും സ്പീച്ച് ചെയ്യുന്ന രീതിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ രാഹുലിനോട് സംസാരിക്കുമ്പം നമ്മൾ നാച്ചുറലി ആണ് പറയുന്നത്. കാർട്ടൂണിനകത്ത് എന്താ, പിള്ളേരെ അട്രാക്ട് ചെയ്യാൻ സൗണ്ട് ഇന്നത്തെ സിസ്റ്റം വെച്ചിട്ട് അത് പിള്ളേരുടെ ബ്രെയിനിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്ഥിരം കേൾക്കുന്ന കുട്ടികൾക്ക് ഇതാണോ ലാംഗ്വേജ്, പേരൻറ്റിൻ്റെ ലാംഗ്വേജ് ആണോ ഒന്നും അറിയത്തില്ല. ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ 2-3 കേസസ് അങ്ങനെ വിളിച്ചിരിക്കുന്നത്, സ്കൂളിൽ ചെല്ലുമ്പോഴേ പിള്ളേർ പറയുന്നത് ടീച്ചേഴ്സിന് മനസ്സിലാവുന്നില്ല. എൻ്റെ മക്കൾ ഇത് സ്ഥിരം കേൾക്കുന്നത് എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം ഇവൻ ഇത് പറയുന്നത് എന്താണ് ഇവൻ പറഞ്ഞു.
പുതുതായിട്ടൊരു ടീച്ചറിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവത്തില്ല. കുട്ടി എന്ത് ചെയ്യും, ഉടനെ പേരൻ്റ് വീട്ടിൽ വിളിച്ചിട്ട് പറയും ഈ കുട്ടിക്ക് പാർഷ്യലി എന്താ പറയണേ മറ്റേ ഓട്ടിസം, ഈ കുട്ടി സംസാരിക്കുന്ന രീതി ശരിയല്ല. ഇഷ്ടംപോലെ കേസസ്. ഞാൻ ആളിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. വോഡാഫോണിൻ്റെ തന്നെ മെയിനായിട്ടിരിക്കുന്ന ഒരു ഓഫീസർ ബീഹാറിയാണ്. പുള്ളിക്കാരൻ്റെ മോളെ പഠിപ്പിക്കുന്നത് ഒരു മലയാളിയാണ് ബീഹാറിൽ, മലയാളി ടീച്ചർ. ആ ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു ഈ കുട്ടി പാർഷ്യലി ഈ കുട്ടിക്ക് ഓട്ടിസം ഉണ്ട്. ഞാൻ ഒരിക്കലും ഇല്ല. കാരണം രാഹുലിനെ ഞാൻ കാണിക്കാം, എൻ്റെ മൊബൈലിൽ ആ കുട്ടി ചെയ്തിരിക്കുന്ന ഗണേഷിൻ്റെയൊക്കെ കൊച്ചു കൊച്ചു ക്ലേസ്, 6 വയസ്സുള്ള കുട്ടി ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണണം. ക്ലേ വെച്ചിട്ട് ഗണപതി ശിവനെ വരയ്ക്കുന്ന രീതി ആ കുട്ടി ഒരിക്കലും അല്ല. കാരണം ആ കുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പേരൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി വെച്ചിട്ട് ആ കുട്ടി ഓട്ടിസം കുട്ടിയല്ല. ഇത് സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ടീച്ചർ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരെ ഈ കുട്ടിക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു പ്രോഗ്രാമുമായിട്ട് സംബന്ധിച്ചാണ് ഞാൻ ഹൈദരാബാദിൽ ചെല്ലുമ്പോൾ എനിക്കൊരു ദിവസം സ്റ്റേ ചെയ്യണം. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് എന്നോട് ആ പേരൻ്റ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, മാം ഇത്രയൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനൊരു വിഷയമുണ്ടെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിങ്ങൾ കുറച്ച് നേരം അവളുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ പടം എടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ ഒരു ഇത് കാണും, എത്ര ആക്റ്റീവാണ്, അവൾ പടം എടുത്തുകൊണ്ട് വരുന്നു, ഞാൻ വരച്ചത് ആൻറ്റി കണ്ടോ ഇത്. അപ്പം എനിക്കിത് കേൾക്കുമ്പം എൻ്റെ മക്കൾ ഇത് ചെയ്തിട്ടുള്ള ഒരു രീതി കൊണ്ട് എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇത് കാർട്ടൂൺ ലാംഗ്വേജ് കുട്ടി പറയുന്നേ. ആ ടീച്ചറിനെ പറഞ്ഞു, ലാസ്റ്റിൽ ഞാൻ ആ മലയാളി ടീച്ചറിനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു മേഡം അവൾ പാർഷ്യലി ഓട്ടിസം ഒന്നും ഇല്ല, ആ കുട്ടിക്ക് അങ്ങനെയില്ല. ആ കുട്ടി ഇപ്പം ഒരു വർഷത്തോളമായി. ഞാൻ പറഞ്ഞു കാർട്ടൂൺ ക്ലോസ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജിലുള്ള ന്യൂസോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആ വീഡിയോസ് ഇട്ട് കാണിക്കണം. ഇപ്പോൾ ഒരു 7 months ആ കുട്ടിയുടെ ലാംഗ്വേജ് ചേഞ്ചായി. നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റുമോ? നേരെ മറിച്ച് ഈ കുട്ടിയെ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അവർ ഈ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അവരെന്ത് ചെയ്യും, ടാബ്ലറ്റ് കൊടുക്കും. നമ്മുടെ കൊച്ച് ഹൈപ്പറാണ്. ആ ഹൈപ്പറായ കുട്ടിക്ക് അത്രയും ബ്രെയിൻ അവൾ അത്ര മിടുക്കിയായിരിക്കുക, അല്ലെ അവൻ അത്ര നാളെ സമൂഹത്തിൻ്റെ വാഗ്ദാനമാണ് ആ കുട്ടി. ആ കുട്ടിയാണ് മെഡിസിൻ കൊടുത്ത് ഒതുക്കാൻ പോകുന്നത്. അവർ നോക്കുമ്പോൾ എന്താ, പേരൻസ് നോക്കുമ്പോൾ ഒരു ഞാൻ കൗൺസിലിങ്ങിനെ ഇത് പറയല്ല, കൗൺസിലിംഗ് ചെയ്യുന്നവരെ ഇത് യഥാർത്ഥ ടോപ്പിക്ക് പേരൻസ് അറിയാതെ പോകുന്നത് കൊണ്ടുള്ള വിഷയമാണ്. അപ്പോൾ പ്രോബ്ലം എവിടെയാണ്, പേരൻസിനിടയ്ക്കാണ്. നമ്മുടെ കുഞ്ഞിൻ്റെ എന്താണ് വളർച്ച എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ തിരക്കായി പോകുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് ദൈന്യത തോന്നുന്ന, നമ്മൾ 24 മണിക്കൂറിൽ 15 മിനിറ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. അവന് പറയാൻ ആളില്ലാതെ വരുമ്പോൾ അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങും. അവന് ശരി എന്ത് തെറ്റെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, തറയിലടിച്ച് നമ്മൾ മക്കളെ അടിച്ചു കൊടുക്കുന്നു. നാളെ ഈ കുഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങുമ്പം അവനെ ഒരാൾ ഉപദ്രവിച്ചാൽ അവൻ അറിയത്തില്ല, ഇവനെ തിരിച്ചടിക്കാനേ അറിയത്തുള്ളൂ. സോറി പറഞ്ഞ് തിരിയാൻ ഇന്ന് പിള്ളേർ കുറവാണ്. രാഹുലൻ ചിന്തിച്ച്, നമ്മളൊരാളെ തട്ടിയിട്ടു, നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി, നമ്മൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചു പൊക്കും, നമ്മൾ മാപ്പ് പറയും. ഇന്നൊരാൾ തള്ളിയിട്ടാൽ പിടിച്ചു പൊക്കാൻ പോവില്ല, അവൻ ആ വഴിക്കങ്ങ് പോകും. എത്ര പേര്. പിന്നെ ഇപ്പോൾ ഞാൻ പേരൻസിനോട് പിന്നെ ഒരു കാര്യം, നമ്മൾ കുഞ്ഞിലേ മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാഗ് എടുക്കുക. സ്കൂളിൽ നിന്ന് ഒരു കുട്ടി, ഇപ്പം പല കുട്ടികളുടെ ബാഗിൽ നിന്ന് ഡ്രഗ്സും മറ്റേതും ഒക്കെ കൊണ്ട് ആദ്യമേ നമ്മൾ അവരുടെ മുന്നിൽ വെച്ചൊരു അവയർനെസ് ക്ലാസ് നമുക്ക് ഡെയിലി പറയാം, മക്കൾ ഇതിനൊന്നും പോവരുത്, പലരും പല രീതി പലതും തരും. നമുക്കിതൊന്നും നമ്മുടെ മക്കളോട് സംസാരിക്കാൻ സമയമില്ലെങ്കിൽ മക്കൾ വഴി തെറ്റിയിട്ട് അമ്മയും അച്ഛനും കരഞ്ഞിട്ട് കാര്യമില്ല. 1ാം ക്ലാസ് മുതലേ നമ്മൾ അവരുടെ ടിഫിൻ എടുക്കുക, ടിഫിൻ കൊണ്ടുപോയി ബാഗ് എടുക്കുക, നമ്മൾ ഡെയിലി ബാഗ് കുടഞ്ഞ് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ കുട്ടിക്ക് എന്താ, നമ്മൾ കൊടുക്കുന്ന സാധനം നമ്മുടെ അമ്മയാണല്ലേ നമ്മുടെ അച്ഛൻ, അവൻ അതിനകത്തോട്ടൊരു മറവ് ചിന്തിക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് വരുന്നു, ഞാൻ അവൻ്റെ ബുക്ക് എടുക്കുന്നു, ഞാൻ അടുക്കി പറക്കുന്നു, ഞാൻ അവൻ്റെ ബുക്കിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കുന്നു, അവനെ ഇന്ന് പഠിപ്പിച്ചത് എന്താണെന്ന് നോക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയിലോട്ടുള്ള അപ്പോൾ ആ കുട്ടി കാണുമ്പോൾ തന്നെ എന്ത് വിചാരിക്കും, എനിക്ക് എൻ്റെ വീട്ടിലെല്ലാം ചെയ്യാൻ എൻ്റെ പേരൻസ് ഉണ്ട്, സംസാരിക്കാം. ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നത് ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. നമ്മൾ ആദ്യം മുതലേ ആ കുട്ടിയെ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആ കുട്ടി വേറൊരാളോട് ഷെയർ ചെയ്യാൻ പോവത്തില്ല. ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടിയെ കാർട്ടൂൺ കാണിക്കണ്ടെന്നോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യിക്കണ്ടെന്നോ അല്ല പറഞ്ഞേ. എൻ്റെ ക്ലാസ്സിൽ ജൂഡോ ക്ലാസ് കഴിയുമ്പം നല്ല പ്ലെയേഴ്സ് 3ാമത്തെ മാസം കൊണ്ടൊക്കെ എനിക്ക് നാഷണൽ പ്ലെയർ ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ആദ്യമേ നിൻ്റെ അമ്മയും അച്ഛനെ എന്താണെന്ന് അറിയും. ആ ഗുരുത്വം അറിഞ്ഞെങ്കിലേ നിനക്ക് ഇതിലോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. ക്ലാസ് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് രാഹുലെ ഇന്നുണ്ടായ സംഭവം പലരും ചില പിള്ളേരിരുന്ന് പൊട്ടിക്കരയും, ഞാൻ ഇന്ന് അമ്മയോട് ഇങ്ങനത്തെ വാക്ക് പറഞ്ഞു, അച്ഛനോട് ഞാൻ ചെന്ന് മാപ്പ് പറയാം മാഡം,
കാരണം അത്രയും അവർക്ക് വളർത്താൻ നമുക്ക് പറ്റിയാൽ ആ കുട്ടി വഴി തെറ്റത്തില്ല. ഇപ്പോൾ ഇന്ന് ജൂഡോയിൽ വരുന്ന ഒരു കുട്ടി പോലും പ്രോപ്പർ വേയിൽ നമ്മൾ, എനിക്ക് പറയാനാണ് ജൂഡോയെ പറ്റി പറയാൻ ഇഷ്ടംപോലെ ഇതുണ്ട്, നമുക്ക് അതിനുള്ള സമയമില്ല. ഇന്ന് ജൂഡോയിൽ വരുന്ന ഒരു കുട്ടി, ഒരു മാർഷ്യൽ ആർട്ട്, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് കേരള പോലീസിൽ എല്ലാ സ്കൂളുകളിലും SPC നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എനിക്കതിനകത്തൊരു മഹാഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള പോലീസിൻ്റെ ഇതിൻ്റെ സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ്സിൻ്റെ ബുക്ക് മാറ്റി അവരിപ്പോൾ. ഞാനിപ്പോൾ അതിനകത്തൊരു അംഗമായിരുന്നു. അവരുടെ ബുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് എങ്ങനെ കുട്ടികൾക്ക് എടുക്കാം, എന്താണ് മെത്തേഡ്, ഏതെല്ലാം പറയാമെന്നുള്ള DIG അജിത മാഡം വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻറ്റ്സ് ആയിട്ടത്. കാരണം ഒരു പക്ഷേ എന്താ പറയണത്, നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ചതിനെ പ്രാവർത്തികമാക്കാൻ, ഞാൻ പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് ക്ലാസ് പഠിച്ച് PhD എടുത്ത ആളല്ല, പക്ഷേ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് എനിക്കൊരു അമ്മയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു അച്ഛനുള്ള ഒരു കുഞ്ഞിനെ എനിക്കതിനെ നേർവഴിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ എനിക്ക് പറ്റും. എനിക്കതിനുള്ള എന്താ പറയേണ്ടത്, എനിക്കത് പറ്റും. ഞാൻ എവിടെയും പ്രൂവ് ചെയ്യാം. കാരണം ഒരു കുഞ്ഞ് 6 വയസ്സിലോ അല്ലെങ്കിൽ 7 വയസ്സിലോ അല്ലെങ്കിൽ 10 വയസ്സിനകത്തുള്ളതോ അല്ലെങ്കിൽ ഇനിയും ഡിഗ്രി എൻ്റെ കയ്യിലൊരു കുട്ടിയെ കൊണ്ട് തന്നാൽ ഞാൻ ആ കുട്ടിക്ക് സ്ട്രെയിറ്റ് എങ്ങനെ പോകണമെന്നുള്ളത് എൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് വിജയിപ്പിച്ചിരിക്കും. നമ്മളല്ലാതെ ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഡ്രഗ്സിന് അടിമയായിപ്പോയി, നിരന്തരം ആ കുട്ടിയെ കുത്തിക്കൊണ്ടിരുന്ന ആ കുട്ടി സമൂഹത്തിൽ നിന്ന് പോകും. ഇന്നത്തെ സൂയിസൈഡ് കേസൊന്നും വെറുതെ അല്ല. അതിനൊക്കെ നമ്മൾ തന്നെ പേരൻസ് തന്നെ നല്ലൊരു ഭാഗം ആവാൻ അവരെ ആ വഴിക്ക് തുറന്നു വിടുന്നു. നമ്മൾ ആദ്യമേ നമ്മളാകുക. നമ്മുടെ മക്കളെ നമ്മളെപ്പോലെ ആക്കാനെ കൊണ്ട് എല്ലാവരും കമ്പൽ ചെയ്ത്. ഇപ്പം ജൂഡോ ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് പല പേരൻസ് എന്നോട് വന്നിട്ട് പറയുന്നു, മാഡം ഇത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പേരൻസ് പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. ഒരു ഗുരുവിന് പറ്റും, അമ്മയും അച്ഛൻ്റെയും വാക്ക് പിള്ളേർ കേൾക്കില്ല. പക്ഷേ അവനുണ്ടാവുന്ന ചില കാര്യങ്ങൾ വെച്ച് നമുക്ക് എക്സ്പീരിയൻസോട് അവനോട് പറയുകയാണെങ്കിൽ ആ കുട്ടി മനസ്സിലുള്ളതെല്ലാം പുറത്ത് തരും. ആ കുട്ടി അവിടെ നിന്ന് കരയും. ശരിക്കും പറഞ്ഞാൽ കുളിപ്പിച്ചെടുക്കാൻ, നമുക്കൊരു പുതിയ ആളാക്കി എടുക്കാം ഒരു ജനം. അതൊരു ഗുരുവിന് പറ്റും. ഇപ്പം ഞാനൊരു മാർഷ്യൽ ആർട്ട് പഠിച്ച രീതിയിൽ ഞാൻ പറയാം, എനിക്ക് സമൂഹത്തിൽ ഈ ഡ്രഗ്സും മറ്റ് പിള്ളേർ വഴിതെറ്റി പോകുന്നതിൽ ഒരു നല്ല സമൂഹത്തെ നമുക്ക് മാർഷ്യൽ ആർട്ട് പഠിച്ച നല്ല ഒരു ഗുരുവാണെങ്കിൽ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അതിനൊരു സംശയവും ഇല്ല. നമ്മുടെ പിള്ളേർ നശിക്കില്ല. പക്ഷേ അവർക്ക് വേണ്ട ഗൈഡൻസ് വേണ്ട സമയത്ത് കൊടുക്കുക. ഇന്ന് സമൂഹത്തിൽ പെൺകുട്ടികൾ ഇറങ്ങി നടക്കുന്നു. ഇപ്പം നമ്മളൊരു വഴിക്ക് പോകുമ്പം നമുക്ക് ധൈര്യം വരുന്ന എവിടെ നിന്നാന്ന് ചോദിച്ചാൽ, നമ്മളിൽ എന്തെങ്കിലും നമുക്കിപ്പോൾ മാർഷ്യൽ ആർട്ട് പോലെ ഒരു ഗെയിം പഠിക്കുന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കൊരു വലിയ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ഒരു സംശയമില്ല. ഇന്ന് സമൂഹത്തിൽ പേടിയെന്ന് പറഞ്ഞാൽ പേരൻസിന് ഇറക്കി വിടാൻ പേടിയാണ്. ആരുടെയും തെറ്റായ കരങ്ങളിൽ കുട്ടി എത്തപ്പെട്ട അതൊക്കെ മാറ്റി വയ്ക്കുക. നല്ല ക്ലാസ് എടുക്കുന്നിടത്ത് നല്ല ആ ഒരു ഏജിലെ കുട്ടിയെ കൊണ്ടുവന്ന് വിട്ടാൽ അവൻ സമൂഹത്തിൽ നാളെ ഉയരങ്ങളിലെത്തുന്ന ഒരു വ്യക്തിത്വമായിട്ട് വളർത്താൻ പറ്റും. തുടങ്ങേണ്ടത് വീട്ടിൽ നിന്ന്. ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ട ഗൈഡൻസ് കറക്റ്റായിട്ട് കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ, ഒരിക്കലും ഞാൻ പേരൻസിനെ കുറ്റം പറയല്ല, 24 മണിക്കൂറിൽ മിനിമം 15 മുതൽ ഒരു അരമണിക്കൂർ, അമ്മ അരമണിക്കൂർ എടുക്കട്ടെ, അച്ഛൻ അരമണിക്കൂർ, നമ്മുടെ സമൂഹം തെറ്റൂല. എന്താണെങ്കിലും മാമിൻ്റെ ഈ സ്റ്റോറി ഒന്നുമില്ല, ജീവിതത്തിൽ ഒന്നുമില്ല, പേരൻസ് സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള കാലിബർ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ഇവിടുന്ന് എന്ത് തിരിച്ച് ചോദിക്കണമെന്ന് പോലും അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയി. കാരണം അത്രയും മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ മുന്നിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഇപ്പം ഒരു പാരാക്ലൈംബ് ആണെങ്കിൽ പോലും, ഒരു പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടുമ്പോൾ പാരാജമ്പ് ആണെങ്കിൽ പോലും, താഴേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണെങ്കിലും ഞാനിവിടുന്നുണ്ട് അത് വിഷ്വൽ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് സാധ്യമാക്കും. അത് സാധാരണ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചതാണ് ആളാണെങ്കിൽ പോലും എല്ലാവർക്കും സാധിക്കുമെന്ന് മാമിൻ്റെ ഈ ഇൻ്റർവ്യൂവിലൂടെ ഒരുപാട് പേർക്ക്, ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഈ ഒരു സ്റ്റോറി. തീർച്ചയായിട്ടും പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്യമുണ്ടോ നമ്മൾ സ്ഥാനത്തെത്തിയിരിക്കും. നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. ഞാനിപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ആരോഗ്യമുള്ളൊരു ശരീരം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ്, ഇതാണ് ഒരു മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ ഭക്തി. നമ്മുടെ ഭക്തി അതാണ്. പിന്നെ എത്രത്തോളം ഗുരുത്വം ഉണ്ടോ അത്രത്തോളം സക്സസ് ആവാം. അതിനൊരു സംശയവും ഇല്ല. എന്നാണെങ്കിലും ഒരുപാട് നന്ദി. താങ്ക് യു.